വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. വനം വകുപ്പിന് ഭൂമി കൈമാറിയിട്ട് 5 വർഷം. സ്ഥലം വിട്ടു നൽകിയവർ വനം കാര്യാലയത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. പണം ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് നിലമ്പൂർ നോർത്ത് DFO പി ധനേഷ് കുമാർ. നവകിരണം പദ്ധതിക്കായി 5 വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയ ചാലിയാർ പഞ്ചായത്തിലെ പന്നിയംകാട്, ചെരയംകുത്ത്, പോക്കോട്, വടക്കേ പെരുമുണ്ട, തണ്ണിപ്പൊയിൽ മേഖലകളിലെ 64 കുടുംബങ്ങളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വനം കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ജനകീയ സമിതി അംഗം TK വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാതിരുന്ന കുറെ ആളുകൾ 2ാം ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിച്ചു. 2ാം ഘട്ടം ഹിയറിംഗ് കഴിഞ്ഞു വർഷങ്ങളായി. ഈ 1ാം ഘട്ടത്തിൽ ഹിയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് തന്നെ വർഷങ്ങളോളം കഴിഞ്ഞ ശേഷമാണ് പണം കിട്ടിയത്. അതിൽ തന്നെ ഒരുപാട് പേർ വാടകയ്ക്ക് പോയ ആളുകളുണ്ടായിരുന്നു. ഇതിന്റെ 1ാം ഘട്ടം കിട്ടിയാൽ വീട് പൊളിച്ചു കൊടുത്ത് പോകണം എന്നാണ് ഇതിന്റെ നിയമം. അതനുസരിച്ച് വീട് പൊളിച്ചു കൊടുത്തു പോയവർ പണം കിട്ടാതെ മാസങ്ങളോളം ആകെ വലഞ്ഞ് സർക്കാരിന് മുമ്പിൽ എന്ത് ചെയ്യണം, എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്തായാലും അവർക്ക് ഫണ്ട് കിട്ടി, അവർ പോയി. പക്ഷേ ഹിയറിംഗ് കഴിഞ്ഞ ഞങ്ങൾക്ക് ഫണ്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഇതിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്, കേരള മുഖ്യമന്ത്രിയാണ്. കോടികൾ ഓരോ പദ്ധതിക്ക് ചെലവാക്കുന്ന കേരള സർക്കാർ ഞങ്ങളെപ്പോലെ ഈ പാവങ്ങളെ ഫണ്ടിൽ നടിക്കുന്നു. ദാസൻ ചേരള അധ്യക്ഷത വഹിച്ചു. ശൈലജ പൊറ്റയിൽ, ലീല, റൈഹാനത്ത് കണ്ടയിൽ, സുകുമാരൻ കൊട്ടയിൽ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നിലമ്പൂർ നോർത്ത് DFO പി ധനേഷ് കുമാറിന് നിവേദനം നൽകി. തുടർന്ന് നടത്തിയ ചർച്ചയിൽ തങ്ങളുടെ ഭൂമി നവകിരണം പദ്ധതിയിലേക്ക് നൽകിയതിനാൽ തങ്ങൾ 5 വർഷമായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വിവരിച്ചു. ഫണ്ട് ലഭ്യമാക്കാൻ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് DFO ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.